നമസ്കാരം, ഞാൻ ആദിലക്ഷ്മി. സ്നേഹം, സന്തോഷം, കരുണ, അനുകമ്പ, സങ്കടം, ദേഷ്യം തുടങ്ങി ഓരോ മനുഷ്യനും ഓരോ നിമിഷവും വ്യത്യസ്തമായ വികാരങ്ങളിലൂടെ, വിചാരങ്ങളിലൂടെയും ചിന്തകളുടെയും ഒക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുക അത് നമുക്ക് പ്രിയപ്പെട്ടവരുടെ അടുത്തായിരിക്കും. നമ്മുടെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഏതൊരു പ്രശ്നത്തിലും നമുക്ക് കരുത്തായി നമ്മുടെ ഒപ്പം ഉണ്ടാവുക അതും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി നേടുന്നു എന്നാണ് സ്നേഹഗായകൻ കുമാരനാശാൻ പാടിയിട്ടുള്ളത്. അതെ, ഏറ്റവും മനോഹരമായതാണ് സ്നേഹമെന്ന് പറയുന്നത്. കാലഘട്ടം എത്ര മാറിയാലും ഓരോരുത്തരുടെയും പ്രവൃത്തികളും ചിന്തകളും എന്തു മാറിയാലും ഇത്തരത്തിലുള്ളവയ്ക്കൊന്നും ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. സ്നേഹം അതിൻ്റെ ചില വാരിയന്റുകളെ എനിക്ക് മുന്നിലേക്ക് അയച്ചു. അതിൽ ചിലതെന്നെ സ്നേഹിച്ചു, ചിലതെന്നെ ചിന്തിപ്പിച്ചു, ചിലതെന്നെ കൂടുതൽ നല്ല മനുഷ്യനാക്കി. ഓരോ ദിവസവും ഒരുപാട് ആളുകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിൽ പലരെയും നമ്മൾ പിന്നീട് ഓർത്തുന്നു പോലും വരില്ല. എന്നാൽ ചിലരെ നമ്മൾ പിന്നീടും ഓർത്തുന്നു വരും. അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ തൊട്ടവർ. സൗഹൃദത്തിലോ പ്രണയത്തിലോ എന്തിലായാലും സ്നേഹിക്കുക എന്നതിന് എത്രയും ഭംഗിയായി ഓർമ്മിക്കുക എന്നുകൂടെ അർത്ഥമുണ്ട്. അതെ, യുവ എഴുത്തുകാരനും സിവിൽ സർവീസ് ആസ്പിരൻറ്റുമായ അഞ്ചൽ താജിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി പഠനകാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പുസ്തകമാണ് ഈ സ്നേഹം. വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങൾ, വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ, നമ്മൾ ഏറെ കേട്ടതും കണ്ടതുമായ കഥാപാത്രങ്ങൾ എല്ലാം കൊണ്ടും വൈവിധ്യമാണ് ഈ ഒരു പുസ്തകം. അദ്ദേഹത്തിൻ്റെ ഡൽഹി പഠനകാലം ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം. ഈ പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ അവിടുത്തെ സ്ഥലങ്ങൾ നമുക്ക് കണ്ട് പരിചയമായേക്കും. എല്ലാവരും വായിക്കുക. നന്ദി.